ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഹൈദരാബാദിലെ സുവോളജിക്കൽ പാർക്ക് ഒന്ന് കാണിക്കാമെന്ന് കരുതി നിങ്ങൾക്ക് ഞങ്ങളിവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. നാട്ടിലെ പാർക്കിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ സുവോളജി പാർക്കിന് ഇപ്പോൾ അവിടത്തേക്കാളും കുറച്ച് മൃഗങ്ങളും കാര്യങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞങ്ങളിപ്പം ഡ്രൈവിലാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് നല്ല തിരക്കായിരുന്നു, ട്രാഫിക്കും പോലീസും ഒക്കെ ആയിരുന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് കളക്ടർ വന്നിട്ടുണ്ട്, അവിടെ എന്തോ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കളക്ടർ എത്തിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അതിൻ്റെതായ തിരക്കായിരുന്നു അവിടെ അനുഭവപ്പെട്ടിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പർ സൈഡിൽ സുവോളജി പാർക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഞാൻ അത് കാറിൽ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നേരെ കയറി. അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് ആമയുടെ രൂപം ഇങ്ങനെ വലിയൊരു പാറക്കല്ലിനകത്ത് കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതിന് താഴെയായിട്ട് ഒരു കുളം ഉണ്ടായിരുന്നു. ആ ആമയുടെ വലിയ രൂപം വച്ചിരിക്കുന്ന താഴ്ഭാഗത്തായിട്ട് കുളം ഉണ്ടായിരുന്നു. അതുവഴി ഭയങ്കര ചൂട്, കാലാവസ്ഥ അല്പം മോശമായതുകൊണ്ടാവാം അവിടെ ഇങ്ങനെ ഒരു വല പോലെയൊക്കെ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിങ്ങനെ ഉയർത്തി നോക്കുമ്പോൾ അതിന് താഴ്ഭാഗത്തേക്ക് മൊത്തം ആമകൾ നിറഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നേരെ നമ്മളിങ്ങനെ മൂങ്ങയുടെയും അതിൻ്റെതൊക്കെ ഒരു ഇങ്ങനെ എല്ലാ ജീവികളുടെയും സെപ്പറേറ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് എൻട്രി ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ അതിനൊക്കെ 10 രൂപ 20 രൂപ അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്ത് എൻട്രി ചെയ്യുന്നതിനും എൻട്രി പാസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ 10 രൂപ 20 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പാസ് എടുക്കണമായിരുന്നു. കുട്ടികൾക്ക് 5 വയസ്സിന് താഴെയുള്ള പൈസ ഇല്ല, കുറവാണ്, ഇല്ല. 10 വയസ്സിന് മേളുള്ളവർക്ക് മാത്രമാണ് അതിൻ്റെ എൻട്രി പാസ് എടുക്കേണ്ടത്. പിന്നെ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ 1-2 ഫോട്ടോസൊക്കെ ഉൾപ്പെടുത്തി കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. പിന്നെ കുറച്ച് ജീവികളെ കാണാൻ പറ്റി. ഈ ജീവിയുടെ ഇതിനടുത്ത് പോകുന്നത് ഈ ജീവിയായിട്ട് തൊട്ടടുത്ത് തന്നെ എൻ്റെ കുറേ ഡെമോ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇതിനുള്ളിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ കുറച്ച് വലിയ രീതിയിൽ അതിന് ഒരു വലിയ എന്താ പറയണേ അതിൻ്റെ രൂപം ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നെ നമുക്ക് കാണുമ്പോൾ കൂടിനകത്ത് അതേ സെയിം ജീവികൾ നമുക്കതിൽ കാണാൻ പറ്റും. എല്ലായിടത്തും 1-2 കാണും. ഇവിടെ കാണുമ്പോൾ ഒരു കൂടിനകത്ത് തന്നെ ഒരു 10-12 ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെ തക്കാളി, നമ്മൾ വെജിറ്റബിൾസ് ഐറ്റംസൊക്കെ ഒന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നേരെ പോയത് പാമ്പുകളുടെ അടുത്തേക്കാണ്. പാമ്പിൽ തന്നെ ഇത്രയും വെറൈറ്റി പാമ്പുകൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പോലും. കണ്ടപ്പോൾ ഇൻട്രസ്റ്റൊക്കെ തോന്നി, നല്ല രസമുണ്ടായിരുന്നു, കാണാനൊക്കെ പറ്റി. പിന്നെ ആമകളിൽ തന്നെ എത്രയോളം വെറൈറ്റികളുണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഇതിനകത്ത് നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞ് മുഷിപ്പിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് അതിൽ ഓരോന്നൊന്നും കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ, ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. കാരണം ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നാട്ടിൽ സൂ പാർക്കിൽ പോയിട്ടുള്ളപ്പോൾ ഒരു വീഡിയോ എടുത്തായിരുന്നു. ഞാനൊരു 10 വർഷത്തിന് മുന്നേയൊക്കെ നാട്ടിൽ വെച്ചിട്ട് പോകുമ്പോഴൊക്കെ പോയിട്ടുള്ളതാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് സൂ പാർക്കിൽ പോയപ്പോൾ അവിടെ ഒരുവിധം എല്ലാ മൃഗങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പോയപ്പോൾ അവിടെ വിരലിലെണ്ണാവുന്ന കുറച്ച് മൃഗങ്ങൾ മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അത് ഞാൻ കുറ്റമായിട്ട് എനിക്ക് തോന്നി, ഞാൻ അങ്ങനെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ബെറ്റർ. നമ്മൾ കാണാൻ തളർന്നു പോകുന്നു എന്നുള്ളൊരവസ്ഥയേ ഉള്ളൂ. കുറേ ദൂരത്തോളം ഇതിങ്ങനെ നിൽപ്പുണ്ട്. നമുക്ക് പിന്നെ ഇത് കാണാൻ വേണ്ടി നടന്ന് വയ്യാണ്ടാവും. പിന്നെ വാഹന സൗകര്യമൊക്കെ ഉണ്ട്, പക്ഷേ അതിന് മുന്നേ കൂട്ടി വന്ന് എൻട്രി പാസും ടിക്കറ്റും ഒക്കെ എടുക്കണം. എന്നാൽ മാത്രമേ വണ്ടിയിൽ പോയി നമുക്ക് എല്ലായിടവും കാണാനൊക്കെ പറ്റും. അല്ലെങ്കിൽ നമ്മൾ നടന്ന് തന്നെ പോകേണ്ടി വരും. നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിറങ്ങിയതായിരുന്നില്ല, അതുകൊണ്ട് തന്നെ മുന്നേ കൂട്ടി ഓൺലൈൻ ടിക്കറ്റ് എടുക്കാനും അങ്ങനെ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തീരുമാനിച്ചു, ശരി എന്നാൽ പോകാമെന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ പിന്നെ സഫാരി പാർക്കുകളൊക്കെ ഉണ്ട് ഇവിടെ. അതൊന്നും എനിക്കിന്നത്തെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ ടൈമിങ് കഴിഞ്ഞായിരുന്നു, അത് 3:30 വരെ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ പാസും അതിനുള്ള ഇതൊക്കെ. അപ്പോൾ അത് നമുക്കത് എടുക്കാനൊന്നും സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് മുന്നേ കൂട്ടി ഹൈദരാബാദ് സൂ പാർക്ക് കാണാൻ ഉദ്ദേശിക്കുന്നവർ വരുന്നതിന് മുന്നേ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ നിന്നുള്ള എല്ലാം നിങ്ങൾക്ക് കണ്ട് നന്നായിട്ട് മടങ്ങാൻ കഴിയും. എന്ന് വെച്ചാൽ വാഹന സൗകര്യമൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ബസ്സിൽ കൊണ്ടുപോയി കാണിക്കുന്ന സ്ഥലങ്ങളുണ്ട്.
അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രത്യേകതരം വണ്ടിയൊക്കെ ഉണ്ട്. അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒരു വണ്ടിയുണ്ട്. അപ്പോൾ അതിനകത്ത് ഇരുത്തിയിട്ട് ഒരു കാറ് പോലത്തെ പുറകു വശം ഓപ്പൺ ആയിട്ടുള്ള രീതിയിലുള്ളൊരു വണ്ടി. എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കൊണ്ടുപോയി എല്ലായിടവും കറങ്ങി കാണിക്കും. പിന്നെ ഇവിടെ ട്രെയിനുണ്ട്. ട്രെയിനിൽ നമുക്ക് കുറച്ച് ദൂരം ഇങ്ങനെ കറങ്ങി ആ ചുറ്റുമുള്ളത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പല പല സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ കൂടുതലും നടന്നാണ് കണ്ടത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, പ്ലാനിങ് ഇല്ലാതെ വന്നതിൻ്റെ ഒരു ഇതാണ്. പെട്ടെന്ന് വന്നു. ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അധികം നമ്മൾ അത്രത്തോളം നമ്മൾ എടുക്കാൻ പോയില്ല. കുറച്ച് കണ്ടു വന്നു, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പോയി കയറി നോക്കി കണ്ട് ഇറങ്ങി എന്നുള്ളതിൽ. പിന്നെ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാം. ഞാൻ അത് പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് കാണിക്കാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം പറയണം. എന്നാൽ മാത്രമേ ഹൈദരാബാദിൽ ഇനി എവിടെയാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം, താല്പര്യമുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതൊക്കെ ഉൾപ്പെടുത്തി ഓരോ വീഡിയോസ് ഇടുന്നതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരുമ്പോൾ എവിടെയൊക്കെയാണ് കാണാൻ കൊള്ളാവുന്നത്, നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് രീതിയൊക്കെ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ തുടർന്ന് വീഡിയോകൾ കണ്ടോളൂ. അപ്പോൾ കണ്ടിട്ടുള്ള ഓരോ അഭിപ്രായങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തൂ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്, ആമകളുടെ ഭാഗമാണോ, പാമ്പിനെ കണ്ടതാണോ എന്നൊക്കെ ഉള്ളതിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പറയൂ. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയൂ. ട്രിവാൻഡ്രം സൂ പാർക്കാണോ ബെറ്റർ, ഞാൻ പറഞ്ഞതുപോലെ ഹൈദരാബാദ് സൂ പാർക്കാണോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയൂ. അപ്പോൾ നമുക്ക് മൊത്തം കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയാൽ മതി.
അപ്പോൾ നിങ്ങൾക്ക് സൂപ്പാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ലേറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വന്ന വഴിക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് തിരിച്ച് പോകുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. സൂപ്പർ ഹൈദരാബാദ് ബിരിയാണി കിട്ടുന്ന സ്ഥലമാണ്. നല്ല ചിക്കൻ 65 ഹൈദരാബാദ് ബിരിയാണിയും ഒക്കെ കൂട്ടി ലൈറ്റായിട്ട് എന്ന് പറയണ്ട, കുറച്ചൊന്ന് ഹെവി ആയിട്ട് തന്നെ കഴിച്ചിട്ടാണ് വന്നത്. എന്നുവെച്ചാൽ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചപ്പോൾ തന്നെ ലേറ്റായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കഴിക്കാനൊന്നും നിന്നില്ല. ശരി, അത് കഴിഞ്ഞിട്ടൊക്കെ കഴിക്കാൻ 1-2 ജ്യൂസൊക്കെ കുടിച്ചായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ കഴിച്ചു. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി. നല്ല ടേസ്റ്റുള്ള ഹൈദരാബാദ് ബിരിയാണി കിട്ടുന്ന സ്ഥലമാണ്. നിങ്ങളിവിടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാനിതിൻ്റെ ലൊക്കേഷൻ ഒന്ന് ഇട്ടിരിക്കാം. താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത്ര ടേസ്റ്റാണ് ഇവിടുത്തെ ബിരിയാണി. ശരി, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ്